നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ എന്താ നിങ്ങൾ വിചാരിച്ചത്? എന്താ ആരൊന്നും മിണ്ടാത്തേ? ഞാൻ ഈ കാണിച്ചല്ലേ ശരി? വിഷേട്ടനാകാമെങ്കിൽ പിന്നെന്താ കാവേരി ചേച്ചിക്കായാല്? അതുകൊള്ളാം. അങ്ങനെയാണോ ഇത്? ഇതിനെന്താ പ്രത്യേകത? വിശ്വേട്ടൻ ജീവനോടെ ഉള്ളപ്പോഴാണല്ലോ നടക്കുന്നത്. എന്താ കാവേരി ചേച്ചി ജീവനോടെ ഇല്ലേ? ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ വീട്ടിൽ അവിഹിത അനുവദിക്കില്ല. അവിഹിതത്തെ പറ്റി പറയാൻ മറ്റാരേക്കാളും അവകാശം നിനക്കുണ്ട്. 1500 കോടിയിൽ 1/5 അവകാശിയാ ഞാൻ. എനിക്കും എന്റെ ഭർത്താവിനും ഇവിടെ സുഖമായി ജീവിക്കാൻ അത് തന്നെ ധാരാളം. ഭർത്താവോ? അതെ, ഭർത്താവ്. അതിന്റെ വില നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു സമയം ഒരു പെണ്ണിന്റെ കൂടെ മാത്രം കഴിയുന്നവനെ അത് മനസ്സിലാവും. സമനില. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. ഇനി ഓരോരുത്തരായി പിരിഞ്ഞു പോണം. ഇവിടെ നവദമ്പതിമാർക്ക് പേഴ്സണലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ആൾക്കൂട്ടം അവരെ ബുദ്ധിമുട്ടിക്കരുത്. അത് ശരി. അപ്പൊ നീ കൂടെ അറിഞ്ഞോടുള്ള നാടകമായിരുന്നല്ലേ ഇത്? നാടകവും കഥാപ്രസംഗവും ഒന്നും അല്ല, ഇത് ജീവിതമാണ്. ജീവിതം. കാവേരി പരമേശ്വരന്റെയും ഗോവിന്ദൻകുട്ടി നായരുടെയും ജീവിതം. എനിക്കൊന്നും ഓർക്കാൻ കൂടി വയ്യ. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയണം. 1500 കോടിയില് ഒരു വിഹിതം എന്റേത് കൂടിയാണല്ലോ. ഞാൻ വേണമെങ്കിൽ അത് ചേച്ചിയുടെ ഭർത്താവിന്റെ പേരിൽ എഴുതിത്തരാം. എന്തൊരു മനസ്സല്ലേ. നിങ്ങളുടെ ജീവിതത്തില് ഒന്നിനും ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. എനിവേ, ബെസ്റ്റ് വിഷസ്. ഓ, താങ്ക് യു, താങ്ക് യു. ഗോവിന്ദേട്ടാ, വാ. ഇങ്ങനെ നോക്കല്ലേ. ഈ കാവിന്റെ ഒരു തിടുക്കം. അല്ല, നിങ്ങൾ ശ്രദ്ധിച്ചോ ഗോവിന്ദേട്ടൻ? എടാ, ഞാൻ കുറച്ച് തിരക്കില്ല. ഇവിടെ ഒരു ആരതി പൂജ നടക്കുക. നീ കുറച്ച് കഴിഞ്ഞ് വിളിക്കേ. അല്ലേട്ടാ, എനിക്ക് അത്യാവശ്യം ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന്. എടാ, ഞാൻ പറഞ്ഞില്ലേ, നീ കുറച്ച് കഴിഞ്ഞ് എന്നെ വിളിച്ചാൽ മതി. ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ. ഏട്ടാ, ഹലോ. പെണ്ണുകൂടിനെ വിളിക്കാം. എന്താടാ ഒരുമാതിരി പോക്കൃതരം കാണിക്കരുത്. എന്തുവാടാ? എന്തുവാന്ന്? നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണോ അവരൊക്കെ കല്യാണം കഴിച്ചത്? അവരോട് ചോദിച്ചിട്ട് വേറെ ആരോട് ചോദിക്കണം? എടാ, അവർക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഞാൻ കെട്ടി. അതിനെന്തിനാടാ നിന്റെ പെർമിഷൻ? പക്ഷെ നമ്മൾ തമ്മിൽ ഇരിപ്പോശം അങ്ങനെ ആയിരുന്നില്ലല്ലോ ഭായി. ഇരിപ്പോശോ? എന്തിരിപ്പോശം? ഭായി, ഒന്നും അറിയാത്തല്ലോ പൊട്ടം കളിക്കല്ലേ. ആ 500 കോടി 5 ലക്ഷം രൂപ. എന്നാലും ഭായി ഇത് വേണ്ടെന്ന് വെച്ച് കളഞ്ഞല്ലോ. അവന്റെ ഒരു 5 കോണി 5 ലക്ഷം ഊവ. ആർക്ക് വേണടാ നിന്റെ മാങ്ങാത്തൊലി? ഭായി, എന്തടാ നീ എന്തിനാ നിലവിളിക്കുന്നത്? എടാ, അതിനേക്കാളും വലിയ ഓഫറാ നിന്റെ ഏട്ടത്തി വെച്ചത്.
50-50. 1500 കോടിയുടെ നേർപകുതി. എന്റെ സൗന്ദര്യത്തിനും കഴിവിനും അധോലോക ബന്ധത്തിനും അവരിട്ട വില. എന്നാലും ഇത് കുറച്ച് കടന്ന കൈയായിപ്പോയി. എന്ത് കടന്ന കൈ? എടാ, മാർക്കറ്റ് ഉള്ളപ്പോഴല്ലേ നമുക്ക് നമ്മളെ വിൽക്കാൻ പറ്റത്തുള്ളൂ. എടാ, 2 പ്രസവിച്ചതാണെങ്കിലും അവരിപ്പോഴും ഒരു സുന്ദരിയല്ലടാ. ഞാനാണെങ്കിൽ അവിവാഹിതനായ ഒരു പാവം ബോംബെക്കാരനും. എടാ, ഞങ്ങൾ ഒന്നിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇനി നാളെ ഈ വാർത്ത നിന്റെ ചേട്ടൻ അറിഞ്ഞാലും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ഞങ്ങളെ കെട്ടിപ്പിടിക്കത്തുള്ളടാ. ചേരേണ്ടതുപോലെ ചേരേണ്ട സമയത്ത് ചേരണം. അത് പ്രകൃതിയുടെ നിയമമല്ലേ അജയഘോഷേ? നിയമം കോപ്പ്. എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. നീ ഒരു കാര്യം ചെയ്, കുറച്ച് മെറ്റിൽ വാരി വായിക്കാത്തിട്ട് ചവയ്ക്ക്. ചൊറിച്ചിലിന് നല്ലതാ. എന്നാലും 1500 കോടിയുടെ പാതി കിട്ടുമെന്ന് അറിഞ്ഞപ്പോ താൻ മറുകണ്ഠം ചാടി അല്ലടോ മഹാപാപി. എടാ, ഇതിലിപ്പം മഹാപാപത്തിന്റെ പ്രശ്നമൊന്നുമില്ല. നാളെ ഇതിലും വലിയ ഓഫറായിട്ട് നിന്റെ ഭാര്യ വന്നാലും ഞാൻ സ്വീകരിക്കും. തെണ്ടിത്തരം പറഞ്ഞ കൊല്ലു ഞാൻ പുല്ലേ. എടാ, ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ, നിന്നെ പോലെ കാണിച്ചില്ലല്ലോ. എടാ അജയഘോഷേ, ഞാനിപ്പോ എന്ത് കാണിച്ചാലും നീ സഹിക്കുമെന്ന് എനിക്കറിയാം. കാരണം നിന്റെ തല ഇപ്പൊ എന്റെ കഷത്ത. നിന്റെ ജീവിതം എന്റെ നാവിന്റെ തുമ്പില. ഞാനൊന്ന് വാ തുറന്നാ തീരാവുന്നതേ ഉള്ളൂ നിന്റെ ഈ നാടകം മുഴുവൻ. നീ ബുദ്ധിയുള്ളവനാണെങ്കിൽ എന്നെ സുഖിപ്പിച്ച് എന്റെ കൂടെ നിക്കടാ. എന്തിനാ? എന്റെ ഏട്ടത്തിക്ക് നായരാവുന്ന കാണാനാ. ഞാൻ അവരുടെ നായരായിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നീയും കൂടെ. യാതൊരു ദാഹങ്ങളും മോഹങ്ങളും ഇല്ലാതെ ജീവിച്ച ഞങ്ങളെ ഇല്ലാ കഥ പറഞ്ഞ് ഒന്നിപ്പിച്ചത് നിങ്ങളല്ലേ? അവരെ കൊല്ലാൻ എന്നെ വിളിച്ച് മുറിക്കകത്ത് കയറ്റി വിട്ടിട്ട് ഒടുക്കം പിടിക്കപ്പെട്ടപ്പോ അവിഹിതത്തിന്റെ ആദ്യത്തെ ബോംബ് പൊട്ടിച്ചത് നീയിടണം. ഈ വീട്ടിലെ മുഴുവൻ പെണ്ണുങ്ങളെയും ആ കഥ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് നീയല്ലടം. ഏതായാലും നാറി. എന്നാ പിന്നെ മാന്യമായിട്ട് നാറാന്ന് ഞങ്ങൾ അങ്ങ് വിചാരിച്ചു. എടോ, അതിന് കല്യാണം കഴിക്കാണോ വേണ്ടത്? പിന്നല്ലാതെ നിന്നെ പോലെ ഒളിസേവ ചെയ്യണോ? എടാ, മാനം മര്യാദയ്ക്ക് ഒരു പെണ്ണിനെ താലി കെട്ടി കൂട്ടത്തിൽ പൊറപ്പിക്കുന്ന അല്ലടാ അന്തസ്. അപ്പൊ താലികെട്ടും കഴിഞ്ഞോ? താലി കെട്ടിയില്ല, തൽക്കാലം ഞങ്ങൾ ലിവിങ് ടുഗദറ. പക്ഷേ താലി കെട്ടിയതിനേക്കാളും സ്ട്രോങ്ങാ. ഇനി ഞാൻ വിചാരിച്ചാലും അവരിതിൽ നിന്ന് പിന്മാറുമെന്ന് തോന്നുന്നില്ല. അവർക്ക് എന്നെ അത്രയ്ക്കിഷ്ടാടാ. ചത്താലും ഇനി എന്നെ വിട്ട് ഒരു കളിക്ക് അവർ നിൽക്കില്ല. എന്ത് ചെയ്യാനടാ, സൗന്ദര്യം എനിക്കൊരു ശാപമായി പോയില്ലേ? അജയ, എന്താ? എടാ, നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എന്തിന്? ദുർബുദ്ധിയൊന്നും തോന്നാതിരിക്കാൻ. ദുർബുദ്ധിയോ? ഈ കോടീശ്വരിയെ വിട്ട് അടുത്ത കാലത്തൊന്നും ഞാൻ പോകാതിരിക്കാൻ. ബെസ്റ്റ് വിഷസ്. അത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാ. ഹലോ ഹലോ, എടോ, കരീംഭായി അല്ലിവൻ കാമഭായിയാണ്. കമലാക്ഷി, കമലാക്ഷി. എന്താടി നിന്റെ മുഖം വാടിയിരിക്കുന്നേ? ഒന്നുമില്ല കൊച്ചേട്ടാ, ഒരു ചെറിയ ജലദോഷപ്പനി. എന്നിട്ട് നീ മരുന്നൊന്നും കഴിച്ചില്ലേ? ഇത് മരുന്ന് കഴിച്ചാൽ മാറുന്ന അസുഖമല്ല കൊച്ചേട്ടാ. ഇത് നമ്മളെയും കൊണ്ടേ പോവൂ. നീ എന്താ കമലാക്ഷി ഇങ്ങനെ ഒരുമാതിരി അറം പറ്റുന്ന വർത്താനം പറയുന്നേ? മനസ്സ് പറയുന്നല്ലേ പറയാൻ പറ്റൂ കൊച്ചേട്ടാ. ആഹാ, കൊള്ളാലോ. ഇന്ന് ആരുടെ പിറന്നാളാ? പിറന്നാളൊന്നുമല്ല,
ഇതെന്റെ ഒരു സന്തോഷത്തിന് അതല്ലേ ചോദിച്ചത്, എന്താ വിശേഷമെന്ന്? ഒരു ചെറിയ വിശേഷം. ഞാനൊരു അമ്മയാവാൻ പോകുന്നു. അയ്യോ, ഈശ്വര, എന്തൊക്കെ അന്യായങ്ങളാ ഈ വീട്ടിൽ നടക്കുന്നേ. അന്യായങ്ങളോ? ഒരു പെണ്ണ് ഗർഭിണിയാവുന്നത് ഇത്ര വലിയ അന്യായമാണോ? പെണ്ണ് ഗർഭിണിയാവുന്ന അന്യായമൊന്നുമല്ല, പക്ഷെ നീ ഗർഭിണിയാവുന്നത് ഭയങ്കര അന്യായമാ, നിയമവിരുദ്ധമാ. അത് പറയേണ്ടത് നിങ്ങളല്ലല്ലോ, എന്റെ ഭർത്താവല്ലേ. എന്നിട്ട് ആ മരങ്കോടൻ എവിടെ?